ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിർച്ചി ഈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, ഇപ്പോൾ എൻ്റെ കളക്ഷനകത്ത് വാൻഡ, മൊക്കാറ, അങ്ങനെ കുറേ ഓർക്കിഡ് പ്ലാന്റ്സും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കെയറിങ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വാൻഡ. പ്രത്യേകിച്ച് ഇതിന് ഒരു പോട്ടിങ്ങോ ഒന്നും ഇല്ലാതെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് വേണ്ട ഇതിൻ്റെ വേരുകൾ തന്നെ ഇത് വേണ്ട വളവും വെള്ളവും എല്ലാം വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ ഇടയ്ക്ക് 19 ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് നമ്മുടെ വാൻഡ പൂക്കളാണ്. എന്താ ഇതേ നോക്കി, എത്ര വാൻഡകളാണ് നമുക്ക് പൂവിട്ട് നിൽക്കുന്നത് നോക്കി. കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയാമോ? ഈ പൂവൊക്കെ ആണെങ്കിൽ ഒരു 6 മാസമൊക്കെ ഇങ്ങനെ പോകാതെ തിങ്കും. അതേപോലെ തന്നെ ഈ ഒരു ടൈപ്പ് വാൻഡയ്ക്ക് നല്ല മണമാണ് കേട്ടോ. ഇത് വിരിഞ്ഞ് വരുമ്പോഴേ നല്ല മണമാണ് ഈ ഒരു വാൻഡയ്ക്ക്. കണ്ടോ, അങ്ങനെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും വാൻഡകൾ നോക്കിക്കേ, ഇതെല്ലാം ബഡായി വരുന്നുണ്ട് കണ്ടോ. അതേപോലെ തന്നെ നമ്മളെ ഈ വാൻഡയുടെ വേരിൻ്റെ ഹെൽത്ത് നോക്കി. ഇപ്പോൾ സാധാരണ വാൻഡകൾ നമ്മൾ ചിലർക്കൊക്കെ കിടക്കുന്ന കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഉണങ്ങിയതുപോലെ ആയിരിക്കും കിടക്കുന്നത്. പക്ഷെ നമ്മളിവിടെ നിൽക്കുന്ന വാൻഡയുടെ എല്ലാം റൂട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെയും വൈകിട്ട് ഇത് നന്നായിട്ട് നന കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ആഴ്ചയിൽ 19 സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ ഫ്ലവറിങ്ങിനുള്ള വളങ്ങളും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഏറ്റവും കൂടുതൽ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഗോമൂത്രം നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വാൻഡ മാത്രമല്ല നമുക്കുള്ളത്, ഇതാ മൊക്കാറാസും എല്ലാം ഉണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ പല സൈഡുകളിലും നമ്മൾ മൊക്കാറാസും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തെല്ലാം നേരെ ബഡ്ഡുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ അപ്പുറത്തോട്ടെല്ലാം ബഡ്ഡുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലതായിട്ട് പൂക്കളൊക്കെ വരാനുള്ള സമയമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ഈ മുട്ടുകളൊക്കെ ഇങ്ങനെ പുഴുക്കൾ തിന്നും. അപ്പോൾ നമ്മളിവിടെ പുഴുക്കൾ തിന്നുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ജൈവ കീടനാശിനികളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ പേരുകളൊക്കെ ഉണ്ടോ, എന്ത് നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് നോക്കി. അപ്പം നമ്മൾ ഇതേപോലെ ഒരു തവണ നമുക്ക് ഇതിനകത്ത് പൂ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മളിതിൻ്റെ തണ്ടുകൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഒടിഞ്ഞിഞ്ഞ് വന്ന് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മാത്രമേ വീണ്ടും ഇതിനകത്ത് നന്നായിട്ട് പൂക്കൾ വരുത്തുള്ളൂ. ഇതിപ്പോൾ ശ്രദ്ധിക്കാതെ നിന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ ഒരു തണ്ട് ഇവിടെ നിന്നത്. അപ്പം കണ്ടോ.